എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഡിസൈൻ ഓഫ് ബീംസ് ഫോർ ഷിയർ അതാണ്. അപ്പോൾ ആദ്യം എന്താണ് ഷിയർ എന്ന് നമ്മൾ അറിയണം. അത് ബീമിൽ എവിടെയാണ് ഉണ്ടാവുന്നത് നമ്മൾ അറിയണം. അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാനായിട്ടുള്ളത്. നമുക്കറിയാം, ഇത് നമ്മുടെ മുമ്പ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബെൻഡിങ് മൊമെന്റിന്റെ ഡെറിവേറ്റീവ് ആണ് ഷിയർ ഫോഴ്സ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ലോഡ് കാരണം കൊണ്ട് മെയിൻ ആയിട്ട് ഒരു ബീമിൽ ഉണ്ടാവുന്നതാണ് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും. അങ്ങനെയാണെങ്കിൽ ആ ഷിയർ ഫോഴ്സിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. സാധാരണ ബെൻഡിങ് മൊമെന്റ് കാരണം കൊണ്ട് നമുക്ക് മുമ്പ് അറിയാം എന്താണ് ഉണ്ടാവുക. ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും, ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ആവും, ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലായിട്ട് കംപ്രഷൻ വരും, ന്യൂട്രൽ ആക്സിസിന്റെ താഴെയായിട്ട് ടെൻഷൻ വരും. ഇതാണ് അതിന്റെ അവസ്ഥ. സോ താഴ്ഭാഗത്ത് ടെൻഷൻ വരുമ്പോൾ നമ്മൾ അവിടെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഭയങ്കര ലോഡ് വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗത്തും നമ്മൾ എന്ത് കൊടുക്കും? സ്റ്റീൽ കൊടുക്കും. അതിന് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് എന്ന് പറയും. ഇനി നമ്മൾ ഈ ഷിയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഷിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? നിങ്ങൾക്കറിയാം ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ബെൻഡിങ് സ്ട്രെസ്സും ബെൻഡിങ് ഒക്കെ കുറച്ചും കൂടി പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സംഭവമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു പ്രളയ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിയർ ഫെയിലിയർ ആണ്. അതായത് നമ്മളുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിൽ വെള്ളം വന്ന് നിറയുന്ന സമയത്ത് അത് സാച്ചുറേറ്റഡ് ആകുമ്പോൾ അതിന് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയിൻ നോക്കി അത് സെലക്ട് ചെയ്യും. അതാണ് ഈ ഷിയറിന്റെ ഏറ്റവും വലിയൊരു ക്രിറ്റിക്കാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് ഇഷ്ടപ്പെട്ട ഒരു ഫെയിലിയർ പ്ലെയിൻ അതങ്ങോട്ട് ചൂസ് ചെയ്തിട്ട് ആ ഒരു പ്ലെയിനിന് ടാൻജൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും? ആ ഭാഗം അങ്ങോട്ട് മൂവ് ചെയ്യും. അതാണ് ഈ ഷിയറിന്റെ ഒരു സ്വഭാവം. ഓക്കെ, സോ ഷിയർ ഫെയിലിയർ ഈസ് ബ്രിട്ടിൽ ആൻഡ് ഡേഞ്ചറസ്. അതുകൊണ്ടാണ് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. വെരി ഷോർട്ട് ടൈമിലാണ് അത് സംഭവിക്കുന്നത്. അതിന് ഇഷ്ടപ്പെട്ട പ്ലെയിനിൽ അത് ചൂസ് ചെയ്യും. Shear design must deliver a shear strength equal to or greater than the flexural strength. സാധാരണ ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ സ്റ്റിറപ്സ്. സാധാരണ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് സ്റ്റീലിന്റെ സ്റ്റിറപ്സ് ആണ്. ഓക്കെ, വഴിയെ അതിനു മുമ്പ് നമുക്ക് ഒരു അൺക്രാക്ക്ഡ് സെക്ഷനിലെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇതാണ് ഒരു അൺക്രാക്ക്ഡ് സെക്ഷനിലെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഇങ്ങനെ കൂടി വരും, താഴെത്തുമ്പോൾ കുറയും. ഇതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇത് ബെൻഡിങ് സ്ട്രെസ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ബെൻഡിങ് ഫോർമുല വഴി കിട്ടുന്നതാണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് അൺക്രാക്ക്ഡ് കോൺക്രീറ്റ്, അൺക്രാക്ക്ഡ് സെക്ഷന്റെ ഷിയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് എന്ത് വരും? ഇതിന്റെ താഴെ ന്യൂട്രൽ ആക്സിസിനുള്ള താഴെയുള്ള കോൺക്രീറ്റ് ഒക്കെ ക്രാക്ക്ഡ് കോൺക്രീറ്റ് ആണ്. ഒരിക്കലും സ്ട്രക്ചറലി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. സോ അതിന് താഴെ ഇത് വരില്ല. നമ്മൾ ഈ ഷിയർ സ്ട്രെസ് കാരണം കൊണ്ട് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കാരണം കൊണ്ട് എങ്ങനെയുള്ള ക്രാക്സ് ആണ് ഡെവലപ്പ് ചെയ്യാന്ന് നമ്മൾ നോക്കണം. ആ ഒരു ക്രാക്സിന്റെ സ്വഭാവം നമുക്കറിയാം. നമ്മൾ മുമ്പ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സിംപ്ലി സപ്പോർട്ട് ബീം എടുക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത് സപ്പോർട്ടിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സപ്പോർട്ടിലുള്ള ഷിയർ ഫോഴ്സിന്റെ സ്വാധീനം കൊണ്ട് ഇവിടെ കൂടുതലായതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും എന്ത് സംഭവിക്കുക? ഇതിന്റെ ക്രാക്സ് ഡെവലപ്പ് ആവുക. ഈ ഒരു ഷേപ്പിലാണ് ക്രാക്സ് ഡെവലപ്പ് ആവുക. ഈ ഒരു ലൈൻ കണ്ടില്ലേ? ഈ ഓരോ ലൈനും കണ്ടില്ലേ? ഈ ഓരോ ലൈനിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു വലിക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഒരു ഡയഗണൽ ടെൻഷൻ, ഈ ഒരു രീതിയിൽ ഡയഗണൽ ടെൻഷൻ ഡെവലപ്പ് ആവും. അങ്ങനെ ഓരോ പോർഷനും എന്ത് സംഭവിക്കും? ക്രാക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ വരച്ചുണ്ടാക്കുന്നതൊന്നുമല്ല. എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ് ക്രാക്സ് ഡെവലപ്പ് ആവുക. അതാണ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത്. കണ്ട, ക്രാക്സിന് ഇവിടെ അങ്ങനെ നമ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഓരോന്നിന്റെ ഷേപ്പ് നോക്കിയേ, കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ടും മുകളിലോട്ടും താഴത്തോട്ടും പിടിച്ച് വലിച്ചു ഈ ഒരു പ്ലെയിനിന്. അതുകൊണ്ടാണ് ഈ ഒരു
ക്രാക്സ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇത് ടെൻഷൻ ഉണ്ടാവുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളുടെ ട്രജക്ടറീസ് ആണിത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ക്രാക്സ്. ഓക്കെ, ആ ഒരു ക്രാക്സ് ഡെവലപ്പ് ആവുന്നത്. പ്രിൻസിപ്പൽ സ്ട്രെസ് ട്രജക്ടറീസ് ആർ ഫ്ലാറ്റ് അറ്റ് ടോപ്പ് ആൻഡ് ഡീപ്പ് അറ്റ് ബോട്ടം. കണ്ടില്ലേ, ഇത് ഇങ്ങനെ വരും, ഇതിങ്ങനെ വരുന്നതോറും ഇവിടെ എത്തുമ്പോൾ എന്താവും, ടെൻഷൻ ആവും. ഓക്കെ, ഇത് ഇൻക്ലൈൻഡ് ക്രാക്സ്, ഇങ്ങനത്തെ ചെരിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ക്രാക്സ് ഫ്ലക്ഷറും ഷിയറും കാരണം ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഡയഗണൽ ടെൻഷൻ ഇൻ ടെൻഷൻ സൈഡ് മസ്റ്റ് ബി റെസിസ്റ്റഡ് ബൈ അഡിക്വേറ്റ് വെബ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, നമ്മളൊരു ബീം എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബീമിന് എന്തുണ്ടാവും, അതിന്റെ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് ഇപ്പോൾ നല്ല ഡെപ്ത് ഉള്ള ഒരു ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് വെബ് റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കുക. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അതിന്റെ ക്രാക്ക്, മെയിൻ ആയിട്ടുള്ള ഷിയർ ഫെയിലിയർ നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് 3 രീതിയിലാണ് ഈ ഒരു ഷിയർ ഫെയിലിയർ ഉണ്ടാവുക. ഫസ്റ്റ് വൺ, ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ. ഓക്കെ, അതായത് ഇതിന്റെ ഈ ഒരു സപ്പോർട്ടിന്റെ ഭാഗത്തായിട്ട് ഒരു ടെൻഷൻ ഡെവലപ്പ് ആയിട്ട് ഒരു ഡയഗണൽ ആയിട്ടുള്ള ഒരു ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവും. പിന്നെ ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ, ആദ്യം ഫ്ലെക്സുർ സംഭവിക്കും, പിന്നെ ഷിയർ സംഭവിക്കും, അങ്ങനെ ഒരു ഫ്ലെക്സുറൽ ഷിയർ ഫെയിലിയർ ഉണ്ടാവും. ദെൻ ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ. ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഫെയിലിയർ ആണ് നമുക്ക് ഉണ്ടാവുക. അത് ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ, നിങ്ങളുടെ എക്സാംസിലൊന്നും ഇത് ചോദിക്കും. ഓക്കെ, ദിസ് ഇസ് ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ഒരു ബീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെബ്, ഇതാണ് അതിന്റെ വെബ്, ഈ ഒരു പോർഷൻ ആണ് വെബ്. അവിടെ എന്ത് സംഭവിക്കും, ഷിയർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വെബിന് ഷിയറിംഗ് സംഭവിച്ചിട്ട് അങ്ങനെ ഫെയിലിയർ ഉണ്ടാവുന്നതാണ് വെബ് ഷിയർ ക്രാക്സ്. Web shear cracks occur around neutral axis under large shear force and small bending moment. These cracks are normally 45 degree with the horizontal. ഇതിന്റെ horizontal ആയിട്ട് 45 degree bend ആയിരിക്കും and form near the mid depth of sections and move on a diagonal path to the tension surface. Okay, occur at the ends of the beams at simple supports and inflection points. Okay, ഇതാണ് ഈ ഒരു വെബ് ഷിയർ ക്രാക്സിന്റെ ഒരു സ്വഭാവം. ഇവിടെയാണ് എന്ത് ഡെവലപ്പ് ചെയ്യുക, വെബ് ഷിയർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലെക്സുറൽ ഷിയർ ക്രാക്സ് ആണ്. ഫ്ലെക്സുറൽ ഷിയർ ക്രാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഫ്ലെക്സുർ ആയിരിക്കും. ഓക്കെ, അതായത് മൊമെന്റ് ഭയങ്കര ഷിയറിനെക്കാട്ടിലും കൂടുതലാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഈ പറയുന്ന ഫ്ലെക്സുറൽ ഷിയർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുക. ഇവിടെ എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും സംഭവിക്കുക, ഫ്ലെക്സുറൽ ക്രാക്സ് വരിക. ആ ഫ്ലെക്സുറൽ ക്രാക്സ് ഇനീഷ്യേറ്റ് ചെയ്യും, അതായത് ആദ്യം ക്രാക്സ് ഉണ്ടാകുന്നത് ഫ്ലെക്സുറൽ ആയിരിക്കും, അതായത് ഫ്ലെക്സുർ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് കൊണ്ടായിരിക്കും. പക്ഷെ അതിനുശേഷം ഇതെന്ത് ചെയ്യും, ഷിയർ ക്രാക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. The cracks run at angles of about 45 degree with the beam axis and often start at the top of the flexural cracks. ഫ്ലെക്സുറൽ ക്രാക്സ് ആയി തുടങ്ങുകയും അതിനുശേഷം 45 ഡിഗ്രിയിൽ ഷിയർ ക്രാക്സ് ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്ന ക്രാക്സ് ആണ് ഫ്ലെക്സുറൽ ഷിയർ ക്രാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ലൈൻ കണ്ടില്ലേ, ഇവിടെ 2 ഏരോ മാർക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് കാണിച്ചാണ് കംപ്രഷൻ പോലെ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനത്തെ ഡയറക്ഷനിലും ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ ക്രാക്സ് ഒക്കെ ടെൻഷൻ കൊണ്ടുണ്ടായിരുന്ന ക്രാക്സ് ആയിരുന്നു. പക്ഷെ ഈ ഒരു കംപ്രഷൻ കൂടി ഈ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. സോ അതുകൊണ്ട് എന്തുണ്ടാവും, ഒരു കംപ്രഷൻ ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കൂടി ഇവിടെ ഉണ്ട്. ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ ഒക്കർ അറ്റ് ലാർജ് ഷിയർ ഫോഴ്സ്. വളരെ വലിയ ഷിയർ ഫോഴ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ ഒരു കംപ്രഷൻ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഷിയർ ഉണ്ടാവുക, ഒന്ന് ഈ ഒരു ഭാഗത്തെ കംപ്രഷൻ കൊണ്ട്, 2 ഈ ഒരു ഭാഗത്തെ ടെൻഷൻ കൊണ്ട്, 3 ഈ ഒരു ബെൻഡിങ് ഫ്ലെക്സുർ ക്രാക്സ് ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷിയർ ഫെയിലിയർ ഉണ്ടാവുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബീംസിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ട്രട്ട് ആൻഡ് ഡൈ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 5 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
എങ്ങനെയാണ് ഒരു ബീമില് ഷിയറിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണ്. ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. കോൺക്രീറ്റ് കംപ്രഷൻ ഫോഴ്സ് ഇൻ അൺക്രാക്ക്ഡ് റീജിയൻ. അതായത് നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും, അതിന് മുകളിലായിട്ട് കംപ്രഷൻ സോൺ ഉണ്ടാവും, അതിന് താഴെ ടെൻഷൻ സോൺ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കംപ്രഷൻ സോൺ, അതായത് ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ള ഭാഗത്തെ കംപ്രഷൻ കാരണം കൊണ്ട് എന്തുണ്ടാവും, നമുക്ക് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആണ് ഒന്നാമത്തെ. അത് അൺക്രാക്ക്ഡ് റീജിയനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ന്യൂട്രൽ ആക്സിസിന് മുകളിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഈ പറയുന്ന ഒരു ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വൺ, അഗ്രിഗേറ്റ് ഇന്റർലോക്കിംഗ് ഇൻ ക്രാക്ക്ഡ് സോൺ. ഓക്കെ, ന്യൂട്രൽ ആക്സിന് താഴെ ക്രാക്സ് ഉണ്ടാവുമെങ്കിലും അതിന്റെ അഗ്രിഗേറ്റ്സിന്റെ ഷേപ്സ് കാരണം കൊണ്ടും അതിന്റെ ഇന്റർലോക്കിംഗ് കാരണം കൊണ്ടും. ഷിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, സംതിങ് റിലേറ്റഡ് ടു ഫ്രിക്ഷൻ അല്ലെ. ഒരു പ്ലെയിനിന് മുകളിലൂടെ മറ്റൊരു പ്ലെയിൻ തെന്നി നീങ്ങുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. അപ്പൊ അതിനെ പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളുടെ അഗ്രിഗേറ്റ് ഇന്റർലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് പോയിന്റ്. ഓക്കെ, then shear across longitudinal steel bars known as dowel bars അല്ലെങ്കിൽ dowel force. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, മുകൾ ഭാഗത്ത് കംപ്രഷനും താഴ്ഭാഗത്ത് ടെൻഷനും ഉണ്ടാകുമ്പോൾ താഴ്ഭാഗത്ത് ഒരു സ്റ്റീൽ കൊടുക്കും. ആ സ്റ്റീലില് ടെൻസൈൽ ഫോഴ്സ് ആണ് ഉണ്ടാവുക. ആ ഒരു സ്റ്റീലിന്റെ എഫക്റ്റ് കാരണം കൊണ്ട് ഇതിനൊരു എക്സ്ട്രാ ഒരു ഫോഴ്സ് കിട്ടും, എക്സ്ട്രാ ഒരു ഷിയർ സ്ട്രെങ്ത് കിട്ടും. ദാറ്റ്സ് നോൺ ആസ് ഡവൽ ഫോഴ്സ്. ഓക്കെ, ഇനി നാലാമത്തെയാണ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ ഇതുവരെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോവാണ്. സോ ആ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ അതും എന്ത് കൊടുക്കും, ഷിയർ റെസിസ്റ്റൻസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മളുടെ ബീമിന് കൊടുക്കും. ദീസ് ആർ ദി 4 പാരാമീറ്റേഴ്സ് വിച്ച് ഗിവ്സ് ഷിയർ സ്ട്രെങ്ത് ടു ദി section. Okay, first one, concrete in the compression zone, and second one, aggregate interlocking, third one, presence of the longitudinal steel bars, and fourth one, shear reinforcement. Okay, ഇനി നമുക്ക് എത്ര ടൈപ്പിൽ നമുക്ക് ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഷിയർ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 4 പാരാമീറ്റേഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഷിയർ റെസിസ്റ്റൻസ് കൂടും. അതായത് ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഷിയർ റെസിസ്റ്റൻസ് കൂടും, താഴത്തെ സ്റ്റീൽ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, അഗ്രിഗേറ്റ്സിന്റെ ഷേപ്സ് പ്രോപ്പർ ആണെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുക, ഡയഗണൽ ടെൻഷൻ ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മുടെ ക്രാക്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക. സോ ഇതിന് ഈ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, സ്റ്റീൽ കൊടുക്കണം. കാരണം നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, എവിടെയൊക്കെയാണോ ടെൻഷൻ ഉണ്ടാവുന്നത് അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കും, സ്റ്റീൽ കൊടുക്കും. സോ ഇതിന് പാരലായിട്ടാണ് നമ്മൾ സ്റ്റീൽ കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഇൻക്ലൈൻഡ് ക്രാക്സ് ഉണ്ടാവുമ്പോൾ അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദി ഓപ്പണിംഗ് എന്ത് കൊടുക്കുക, സ്റ്റീൽ കൊടുക്കുക. സോ ഇങ്ങനെ സ്റ്റീൽ ബാർസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇൻക്ലൈൻഡ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്സ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്നത്തെ സൈറ്റിൽ ഒരിക്കലും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഷിയർ റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കാറില്ല. കാരണം അത് പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറച്ചും കൂടി വർക്ക്മാൻഷിപ്പ് വേണ്ട ഒരു ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ വെർട്ടിക്കൽ ആയിട്ടാണ് സ്റ്റിറപ്സ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കയ്യില് പെൺകുട്ടികൾ കയ്യിൽ വള ഇടില്ലേ, അതേപോലെ ബീമിന് ചുറ്റും ഇങ്ങനെ വള ഇട്ട് കാണാം, ചതുരത്തിലുള്ള വള. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റിറപ്സ്. ദാറ്റ് ഈസ് ഷിയർ സ്റ്റിറപ്സ്. ദാറ്റ് ഈസ് ദി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ്സ്. ഇങ്ങനെയൊക്കെ ഈ സാധനം അറിയപ്പെടുന്നുണ്ട്. സോ നൗഡേയ്സ് സ്റ്റിറപ്സ് ആർ ഓഫൺ വെർട്ടിക്കൽ. വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഷിയർ സ്റ്റിറപ്സ് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതില് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഷിയർ സ്റ്റിറപ്സ് ആണ്. ഇങ്ങനെ സ്റ്റിറപ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ട. ഷിയർ സ്റ്റിറപ്സിന് 2-3 ധർമ്മങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ധർമ്മം ബീമിന് വേണ്ട ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ധർമ്മം അതിൻ്റെ ഉള്ളിലത്തെ കോൺക്രീറ്റിനെ ഇങ്ങനെ കൺഫൈൻഡ് ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അപ്പൊ കോൺക്രീറ്റ് കുറച്ചും കൂടിയും സ്ട്രോങ് ആവും. അതാണ് രണ്ടാമത്തെ ധർമ്മം. മൂന്നാമത്തെ ധർമ്മം ഷിയർ റീഇൻഫോഴ്സ്മെന്റ്സ് അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു സ്റ്റിറപ്സ് നമ്മൾ വെർട്ടിക്കൽ ആയിട്ടാണ് കൊടുക്കുക, വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൈൻ ആയിട്ട് കൊടുക്കാം. പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബാറിനെ ബെൻഡപ്പായി കൊടുക്കും. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഒരു ബാർ വന്നു, ഇങ്ങനെ വന്ന് ബെൻഡപ്പായി താഴത്തോട്ട് പോയി, ഇങ്ങനെ വന്ന് താഴേക്ക് പോയി.
എന്താണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമുക്കറിയാം ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മിഡ് സ്പാനിൽ താഴെ ആയിരിക്കും റീഇൻഫോഴ്സ്മെന്റ് വേണ്ടി വരിക, സപ്പോർട്ടിൽ മുകളിലായിരിക്കും വേണ്ടി വരിക. അപ്പൊ പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നു, ഈ മുകളിൽ കൊടുക്കുന്ന അതേ റീഇൻഫോഴ്സ്മെന്റ് തന്നെ വളച്ച് താഴത്തോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ബെൻഡ് അപ്പ് ബാർ. സാധാരണയായിട്ട് സ്ലാബുകളിലാണ് അങ്ങനെ കണ്ടുവരുന്നത്. സോ ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. അതായത് വെർട്ടിക്കലും ഇൻക്ലൈൻഡും അല്ലാതെ സ്ലാബ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, മുകൾ ഭാഗത്തേക്ക് ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും, താഴ്ഭാഗത്ത് അതേ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, ഇങ്ങനെ ചരിച്ചു കൊടുക്കും. കാരണം ചരിച്ചു കൊടുക്കുമ്പോഴല്ലേ ക്രാക്സ് ഡെവലപ്പ് ആവുക. ക്രാക്സ് ഈ ഡയറക്ഷനിലാണ് ഡെവലപ്പ് ആവുക, ഇങ്ങനെയാണ് ഡെവലപ്പ് ആവുക. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡ് അപ്പ് ബാറുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, സ്ലാബിലാണ് അത് കൊടുക്കാന്ന് മാത്രം നിങ്ങൾ അറിയാം. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റിറപ്സ് ആണ്. ശരിക്കും നമ്മൾ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാണ്ട് ഇത് കണ്ട, ഇതിന് ഒരു ലെഗ് എന്നാണ് പറയാ, ഇതിനെ മറ്റൊരു ലെഗ് ആണ്. സോ ദിസ് ഈസ് ടു ലെഗ്ഡ് സ്റ്റിറപ്സ്. ദിസ് ഈസ് ഓൾസോ ടു ലെഗ്ഡ് സ്റ്റിറപ്സ്. ദിസ് ഈസ് എ സിംഗിൾ ലെഗ്ഡ് സ്റ്റിറപ്പ്. ഇതിനാകെ ഒറ്റ ലെഗ് ഉള്ളൂ, കണ്ടില്ലേ, സിംഗിൾ ലെഗ്ഡ് സ്റ്റിറപ്സ്. ഇത് എത്ര ലെഗ് ഉണ്ട്, ടു ലെഗ്ഡ് സ്റ്റിറപ്സ്. ഇതും ടു ലെഗ്ഡ് സ്റ്റിറപ്സ് തന്നെയാണ്. ഇത് ടു ലെഗ്ഡ് സ്റ്റിറപ്സ് ആണ്. ദിസ് ഈസ് ഫോർ ലെഗ്ഡ് സ്റ്റിറപ്സ്. 1 2 3 4. ഓക്കെ, ഇതും ഫോർ ലെഗ്ഡ് ആണ്. 1 2 3 4. ദിസ് ഈസ് ഓൾസോ ഫോർ ലെഗ്ഡ് സ്റ്റിറപ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ ഷേപ്സ് ഓഫ് സ്റ്റിറപ്സ് അക്കോർഡിംഗ് ടു ദി ഡിഫറെന്റ് സെക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഇതെല്ലാം വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ്. സാധാരണയായിട്ട് എവിടെയും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റിറപ്സ് ഇപ്പൊ കൊടുക്കാറില്ല, പണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ചെയ്യുന്നത് ബെൻഡ് അപ്പ് ബാർസ് ആണ്. സ്റ്റിറപ്സിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. സ്റ്റിറപ്സ് ക്യാൻ ക്യാരി ഷിയർ അക്രോസ് ദി ക്രാക്ക് ഡയറക്ട്ലി. സ്റ്റിറപ്സിന് ക്രാക്കിനെതിരെ കൊടുക്കാനായിട്ട് പറ്റും. അത് കൂടുതലായിട്ട് അഗ്രിഗേറ്റ് ഇന്റർലോക്കിംഗ് കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലുള്ള കോൺക്രീറ്റിനെ അതിങ്ങനെ കൺഫൈൻ ചെയ്യും. കോൺക്രീറ്റിനെ എത്രത്തോളം കൺഫൈൻ ചെയ്യുന്നു അത്രത്തോളം കോൺക്രീറ്റ് സ്ട്രോങ് ആവും. കൺഫൈൻ ദി കോർ ഓഫ് ദി കോൺക്രീറ്റ് ഇൻ ദി ബീം, thereby increasing the strength and ductility. ഡക്ടിലിറ്റിയും കൂട്ടും. Then confine the longitudinal bars and prevent concrete cover from the splitting of the beam. അതായത് താഴെയുള്ള ഇതുകളുണ്ടല്ലോ, താഴെ ഇട്ടേക്കുന്ന സ്റ്റീലിന്റെ കമ്പി ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ സ്റ്റിറപ്സ് കൊടുക്കുക. സോ അതിനെയും കൂടി എന്ത് ചെയ്യും, ഒരു ബീമിനോട് ഇൻടാക്ട് ആയിട്ട് നിർത്തും. Okay, that is the another benefit. Hold the pieces of concrete on either side of the crack together and prevent the crack from propagating into compression zone. അതായത് ഈ ഒരു ക്രാക്ക് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ആ ക്രാക്കിനെ കംപ്രഷൻ സൈഡിലോട്ട് പോകുന്നത് പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് മിടുക്കനാണ് ആര്, നമ്മുടെ സ്റ്റിറപ്സ്. ഇതാണ് സ്റ്റിറപ്സിന്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി ഇതിന്റെ ഡിസൈൻ സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വളരെ ഈസി ആയിട്ട് ഡിസൈൻ ആണ് ഷിയറിന്റെ. ബി റെഡി ഫോർ ദാറ്റ്. താങ്ക് യു ഓൾ.